അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫള് കൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഇരുലോക വിജയം, ഇരുലോക ആഫിയത്ത് നമുക്കും നമ്മുടെ മുഹബ്ബീങ്ങൾക്കും അള്ളാഹു നൽകട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജറിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന, വലിയ സന്തോഷത്തോടെ ദുആ ചെയ്യുന്ന, ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, സ്റ്റുഡൻസുകൾ ഒട്ടനവധിയുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ചയുടെ പോരിശയാക്കപ്പെട്ട പകലിലാണ് നമ്മളുള്ളത്. ഇന്ന് പരിശുദ്ധമായ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. ഈദുൽ മുഅ്മിനീനാണ്, വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിൻ്റെ മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സന്തോഷങ്ങൾ സമ്മേളിക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫ്, സ്വലാത്ത്, എല്ലാം പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ ഇന്ന് പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ടതാണ്. ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല. വെള്ളിയാഴ്ച എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രത്യേകിച്ച് പരിഗണിക്കണം ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ഒട്ടനവധി പറഞ്ഞിട്ടുണ്ട്. അത് മാക്സിമം അതുമായിട്ടൊക്കെ നമ്മൾ എൻഗേജഡ് ആവണം എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് പരിശുദ്ധമായ ഇന്ന് ഓതൽ പ്രത്യേകം സുന്നത്തുള്ള, എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഓതൽ പ്രത്യേകം സുന്നത്താണെന്ന് നമ്മുടെ ദീൻ പറഞ്ഞിട്ടുള്ള ഒരു സൂറത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകാൻ. ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്ത് ദുഖാൻ എന്ന് പറയും. സൂറത്ത് ദുഖാൻ പരിശുദ്ധ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ 44-ാമത്തെ അധ്യായമാണ് സൂറത്ത് ദുഖാൻ. വലിയ അധ്യായം, വലിയ സൂറത്തൊന്നുമല്ല, 59 ചെറിയ ചെറിയ ആയത്തുകളുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഖാൻ. സൂറത്ത് ദുഖാൻ എന്ന് പേര് വരാനുള്ള കാരണം, ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക എന്നാണ് അർത്ഥം. അങ്ങനെ പേര് വരാനുള്ള കാരണം ഈ ദുഖാൻ എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെടുന്ന ഒരു പരാമർശം ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ 10-ാമത്തെ ആയത്തിൽ കാണാം. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ. ഈ പറയുന്ന ആയത്തിൽ ദുഖാൻ എന്ന് ആ വാക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അക്കാരണം കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് ദുഖാൻ എന്ന് പേര് വന്നത്. സാന്ദർഭികമായി മനസ്സിലാക്കാൻ, ഈ പരിശുദ്ധമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ എല്ലാ രാത്രിയിലും മോതൽ പുണ്യമായതുപോലെ തന്നെ ഒന്നുകൂടെ മഹത്വം കൂടുതലാണ് പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവിൽ പാരായണം ചെയ്യുമ്പോൾ, വെള്ളിയാഴ്ച പകലിൽ പാരായണം ചെയ്യുമ്പോൾ. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മൻ ഖറഅ ഹാമീം അദ്ദുഖാൻ, ഹാമീം എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഈ ഹദീസിൽ പരാമർശിക്കുന്നത്. ഹാമീം ദുഖാൻ, അതായത് ദുഖാൻ, സൂറത്ത് ദുഖാൻ ഒരാൾ പാരായണം ചെയ്യുന്നു ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ. അത് ഏത് രാത്രിയാകാം, ഇന്നത്തെ രാത്രിയാകാം, നാളത്തെ രാത്രിയാകാം, മറ്റന്നാളാകാം, ഏത് രാവിലും പരിശുദ്ധമായ സൂറത്ത് ദുഖാൻ ഒരാൾ പാരായണം ചെയ്താൽ യസ്തഗ്ഫിറൂന ലഹു 70 അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ. സുബിഹയാകുന്നവരെ, രാത്രിയാണ് ഓതുന്നത്, സുബിഹയാകുന്നവരെ 70,000 മലക്കുകൾ അല്ലാഹു മുഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ സഹോദരന് പൊറുക്കണേ അല്ലാ. ഒരു സഹോദരിയാണ്, ഉമ്മയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു മുഗ്ഫിർ ലഹാ, അല്ലാഹു മുഗ്ഫിർ ലഹാ എന്ന് മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഹത്താ യുസ്ബിഹ, സുബ്ഹി വാങ്ങുകൊടുക്കുന്നവരെ ഈ കർമ്മം നടക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലാകുമ്പോൾ ഇത് പ്രത്യേകം സുന്നത്തുമാണ്, പ്രത്യേകം പോരിശയും കൂടുതലാണ്. ഇവിടെ കാണാം മൻ ഖറഅ ഹാമീം ദുഖാൻ, ഹാമീം ദുഖാൻ ഒരാൾ പാരായണം ചെയ്തു ഫീ ലൈലത്തി ജുമുഅ, ജുമുഅ ദിവസത്തിൽ ഉഫിറ ലഹു, അവർക്ക് പൊറുക്കപ്പെടും. അവരുടെ തെറ്റുകൾ, കോടിക്കണക്കിന് തെറ്റുണ്ടായിക്കോട്ടെ, എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് കാണാം. അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു തആല, അബൂ ഉമാമത്ത് തങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇത്ര ഭാഗ്യം നോക്കി, അവിടുത്തെ പരിശുദ്ധമായ ഹദീസ് കേട്ടു. അവിടെ നിന്ന് പറയാണ്, കേട്ടു. എന്താ പറയുന്നത്? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ലൈലത്തുൽ ജുമുഅത്തിൽ ഒരാൾ വെള്ളിയാഴ്ച രാവിൽ, അതായത് ഇന്നലെ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമുള്ള രാവിൽ ഒരാൾ പാരായണം ചെയ്തു. ഔ യൗമൽ ജുമുഅ, അല്ലെങ്കിൽ ഇന്ന് മഗ്രിബിന് മുമ്പുള്ള നേരത്തെ ഒരാൾ പാരായണം ചെയ്തു. അപ്പോൾ ഇന്നത്തെ പകലിൽ
ഒരാൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്തു. അങ്ങനെ ചെയ്താൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ മനോഹരമായൊരു വീട് അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചൊക്കെ ഇന്നത്തെ ഈ പരിശുദ്ധമായ പകലിൽ ഈ കുഞ്ഞ് ആയത്തുകൾ 59 എത്ര മിനിറ്റ് വേണം ആലോചിച്ച് നോക്കി. എത്ര മിനിറ്റ് വേണം ഈ കുഞ്ഞ് സൂറത്ത് ഓതാൻ? അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഖുർആൻ ഓതാൻ പറ്റുന്ന, അറിയാവുന്ന, ഇന്ന് ഓതാൻ പറ്റുന്ന ഉമ്മമാർക്ക്, ചിലർക്ക് ഓതാൻ പറ്റാത്തവരുണ്ടാകും, അവർ അടുത്ത അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ നാളെ മുതലുള്ള രാവുകളിൽ പാരായണം ചെയ്താൽ പോലീസ് കിട്ടും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും കഴിയുന്നവരൊക്കെ അൽഹംദുലില്ലാ ഒരു വട്ടം സൂറത്ത് ദുഹാൻ ഇന്നത്തെ പകലിൽ തന്നെ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിലൊരു വീടുണ്ട്. സ്വർഗത്തിൽ വീട് കിട്ടാന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയി കിടന്നിട്ട് സ്വർഗത്തിൻ്റെ വീടിൻ്റെ വാടക കിട്ടുമെന്നല്ല, കൊടുത്ത് വാടക നമുക്ക് ഗൂഗിൾ പേ തരുമെന്നല്ല എൻ്റെ അർത്ഥം. സ്വർഗത്തിൻ്റെ അവകാശിയായി മാറും. അവിടെ ആ വീട്ടിൽ അയാൾ താമസിക്കുന്നു. അത്രയേറെ പ്രഗത്ഭമാണ്. ആൾ ചിലപ്പോൾ അത്ര വലിയ ആളാകില്ല, പക്ഷേ സൂറത്ത് അത്ര വലിയ സൂറത്താണ് സൂറത്ത് ദുഹാൻ. മുടങ്ങാതെ ഓതുന്ന ഉമ്മമാരുണ്ട്, എനിക്കറിയാം ഒരുപാട് ഉമ്മമാരെ സഹോദര സഹോദരിമാരെ. സൂറത്ത് ദുഹാൻ മുടങ്ങില്ല. അപ്പോൾ കഴിവിൻ്റെ പരം ചുമ്മാ 2-3 മിനിറ്റ് നമ്മൾ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് നോക്കുന്ന അത്രേ സമയം എടുക്കുള്ളൂ. പക്ഷെ കിട്ടാൻ പോകുന്ന ലാഭം നോക്കി. ബുക്കഡാണ്. സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാർപ്പിടം, നമ്മുടെ വീട് നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. വലിയൊരു പാലസ്. എത്ര മനോഹരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൂറത്ത് ദുഹാൻ അത് നമുക്കതിൻ്റെ പുണ്യം മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുമ്പോൾ 7 കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടാൻ പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സുന്നത്താണ്. ഏത് രാത്രി ഓതിയാലും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പകൽ ഓതിയാലും വെള്ളിയാഴ്ച രാവിലെ ഓതിയാലും ശനി ഞായർ ഏത് ദിവസമാണെങ്കിലും ഓതുന്ന സമയത്ത് ഏത് രാവിലെ ഓതിയാലും പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്താണ് എന്ന നിയ്യത്ത് വെച്ചിട്ട് പാരായണം ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ കൂലി നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ വീടുറപ്പാണ്. കാരണം ഇത് വഹയിൻ്റെ വാക്കാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. മെസ്സേജ് വരാതെ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വരാതെ പുണ്യ റസൂൽ മിണ്ടൂല എന്ന് പറഞ്ഞത് ഖുർആനാണ്, ഹദീസല്ല, ഖുർആനാണ്. അത്രയേറെ പോലീസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ നമുക്ക് സ്വർഗത്തിൽ വീടുറപ്പാണ്. മൂന്നാമത്തത്, ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഈ സൂറത്ത് ദുഹാൻ വീട്ടിലിരുന്ന് നമ്മൾ ഓതുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലിരുന്ന് ഓതുമ്പോൾ, നമ്മുടെ വാഹനത്തിൽ നിന്ന് ഓതുമ്പോൾ, എവിടെയാണോ അവിടെ പാരായണം ചെയ്യുമ്പോൾ അവിടെ സക്കീനത്ത് ഇറങ്ങും. സമാധാനം, ശാന്തി, റാഹത്ത് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരും. അത് വലിയൊരു ബെനിഫിറ്റാണ്. നാലാമത്തത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഓതുന്ന സ്ഥാപനത്തിലോ സ്ഥലത്തിലോ വീട്ടിലോ റൂമിലോ പൈശാചികമായ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. അവിടെ പിശാചിന് നിൽക്കാൻ പറ്റില്ല. അഞ്ചാമത്ത്, റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങി വരും. റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മൾ ഓതി എന്താ, ഒരു സൂറത്ത് ദുഹാനാണ്. കിട്ടുന്ന ബെനിഫിറ്റ് നോക്കി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കൂലിയാണ്. അവിടെ മലക്കളുടെ, റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ആറാമത്തത്, ദുആക്ക് ഇജാബത്ത് കിട്ടും. പരിശുദ്ധമായ ഖുർആൻ ഓതിയല്ലോ, സൂറത്ത് ദുഹാൻ നമ്മൾ പാരായണം ചെയ്തു, എന്നിട്ട് ദ്വാരക്ക ഇജാബത്തുണ്ട്. ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കുമ്പോൾ എന്ത് ഫضലാണ്, എന്ത് ഇജാബത്താണ്. അതേപോലെ തന്നെ ഏഴാമത്തത്, പരിശുദ്ധമായ മുസ്ഹഫ് മനപ്പാടമുണ്ടെങ്കിൽ പോലും നോക്കണം. ഒരു ഭാഗത്തിനും മനപ്പാടം കുറവാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും നോക്കേണ്ടി വരും. ആ നോക്കുന്നത് മൊബൈലിൽ ആകാതെ മുസ്ഹഫിൽ തന്നെ ആകാൻ ഒന്ന് ശ്രമിക്കണം. പിന്നെ നിവൃത്തിയില്ലാത്ത ഘട്ടമാണെങ്കിൽ മൊബൈലിൽ നോക്കാം, ഒരു നിർവാഹമില്ല, അപ്പോൾ നമുക്ക് മൊബൈൽ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന എല്ലാ മൊമെൻറ്റും കഴിയുന്നിടത്തോളം നമ്മൾ മുസ്ഹഫിൽ നോക്കി തന്നെ. ആ മുസ്ഹഫ് എടുക്കൽ പുണ്യമാണ്. ഉദു ചെയ്തിട്ട് മുസ്ഹഫ് എടുക്കുമല്ലോ, അത് പുണ്യമാണ്. മുസ്ഹഫ് എടുക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതിൽ പുണ്യമുണ്ട്. മുസ്ഹഫ് തുറന്നിട്ട് അതിലേക്ക് നോക്കുക, അതിൽ പുണ്യമുണ്ട്. ഇത്ര കൂലിയാണുള്ളത്, 2000 കൂലിയല്ലേ മുസ്ഹഫിലേക്ക് നോക്കി ഒരാൾ ഓതുന്നത്. ഒരാൾ ഫാത്തിഹ ഓതാ മനപ്പാടം, അയാൾക്ക് കൂലിക്ക് ഒരു കണക്കുണ്ട്. പക്ഷേ അതിനെ മറികടക്കും. 2000 കൂലി കിട്ടും നോക്കി ഓതിയാൽ. ഒരു സൂറത്ത് ദുഹാൻ ഒരാൾ നോക്കി ഓതിയാൽ 7 വട്ടം സൂറത്ത് ദുഹാൻ ഓതിയ കൂലിയാണ്. ഒരു വട്ടം സൂറത്ത് ദുഹാൻ പതിവായി ഓതുന്നവർക്ക് സ്വർഗത്തിൽ വീട് കിട്ടുമെന്ന്. അപ്പോൾ 7 സൂറത്ത് ദുഹാൻ ഓതിയ കൂലി നമ്മുടെ നന്മയുടെ റെക്കോർഡിലേക്ക് കയറാൻ പോകും. നോക്കി ഓതണം. കഴിമയിൽ മുസ്തഫാകുമ്പോൾ പോലീസ് ഒരുപാട് കൂടും. അതിനെ നമ്മൾ എടുത്തു പിടിച്ചിരിക്കുന്നു, കൂലിയാണ്. മുസ്തഫിനെ ചുംബിക്കുന്നു, കൂലിയാണ്. എല്ലാം പുണ്യമാണ്. ആ പുണ്യമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ പകൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ അതിനിടയിൽ
ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് അൽഹംദുലില്ലാ സൂറത്ത് ദുഖാൻ കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം എന്ന് പറയാനാണ് ഇന്നത്തെ അൻവാറി ഫജറിൻ്റെ ക്ലാസ്സിൽ കുടുംബത്തിൽ നമ്മൾ വന്നത്. മാക്സിമം പരിഗണിക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ഹവാമീമു സബ്ഉൻ വ അബ്വാബു ജഹന്നമ സബ്ഉൻ. ഹാമീം എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുകൾ ഖുർആനിൽ വേറെ ഉണ്ട്. അത് 7 സൂറത്തുകളുണ്ട്. നരകത്തിൻ്റെ അബ്വാബു ജഹന്നമ സബ്ഉൻ, നരകത്തിൻ്റെ കവാടം എത്രയാണ്? നരകത്തിൻ്റെ വാതിലുകൾ 7ആണ്. അപ്പോൾ ഈ 7 ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകൾ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ സൂറത്തുകളും നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഓരോ വാതിൽക്കൽ വന്നുകൊണ്ട് തടസ്സമാകും. നമുക്ക് കയറേണ്ടി വരില്ല, നമ്മളെ തടയും. നമുക്കതിൽ നിന്ന് രക്ഷ കിട്ടും. അവിടെ വന്നിട്ട് അള്ളാഹുവിനോട് ആ കവാടത്തിലൂടെ ഇയാളെ കടത്തരുത്, നരകപ്രവേശനത്തിന് നീ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശഫാഅത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നരകത്തിൻ്റെ കവാടത്തിൽ വന്ന് ബ്ലോക്കായി നിൽക്കും ഈ സൂറത്ത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രയേറെ ഫضലാണ് ഹാമീം എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുകൾക്ക്, പ്രത്യേകിച്ച് സൂറത്ത് ദുഖാൻ വലിയ പോരിശയും മഹത്വമാണ്. അപ്പോൾ സൂറത്ത് ദുഖാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇന്നിൻ്റെ പകലിൽ മുടങ്ങാൻ പാടില്ല, ആരും ഒഴിവാകരുത്. എല്ലാ രാത്രിയിലും കഴിയുമെങ്കിൽ 2-3 മിനിറ്റ് എടുത്തിട്ട് സൂറത്ത് ദുഖാൻ ഓതണം. മനോഹരമായിട്ട് പാരായണം ചെയ്യാം. സൂറത്ത് ദുഖാൻ നമുക്ക് ഒന്ന് കാണണ്ടേ? ഇതാണ് സൂറത്ത് ദുഖാൻ. റാഹത്തായിട്ട് കൂലി മോഹിച്ച് സുന്നത്താണെന്നുള്ള നിയത്ത് വെച്ച് അള്ളാഹുവേ ഈ സൂറത്തിന് എന്തൊക്കെയാണോ മഹത്വം പറഞ്ഞത്, മഹത്വം നീ വച്ചിട്ടുള്ളത്. ഉസ്താദുമാരിലൂടെ ചില മഹത്വം കേട്ടു, അവർക്കറിയാവുന്ന പറഞ്ഞു. അറിയാത്ത എത്രയോ സിറുകൾ, മഹത്വങ്ങൾ അള്ളാഹുവിനറിയാം. അള്ളാൻ്റെ കലാമല്ലേ, ആർക്കാ പറഞ്ഞു തീർക്കാൻ പറ്റുക? ആർക്കാ അതിൻ്റെ ശ്രേഷ്ഠത എഴുതി തീർക്കാൻ പറ്റുക? ആർക്കാ അതിന് തഫ്സീർ ചെയ്യാൻ പറ്റുക? പൂർത്തീകരിക്കാൻ ആർക്കും കഴിയില്ല. ആ ഫضൽ മുഴുവൻ എനിക്ക് കിട്ടണം എന്ന നിയ്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യണം. ഇതാണ് ആ സൂറത്ത് ദുഖാൻ. ചെറിയ 59 ആയത്തുകളേ ഉള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകah. ഇന്നാ കുന്നാ മുൻദിരീൻ. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. അങ്ങനെ മനോഹരമായിട്ട് നമുക്ക് സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യണം മുടങ്ങാതെ. എല്ലാവരും ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. അൻവാറെ ഫജറിൻ്റെ കുടുംബം ഇന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ കുടുംബങ്ങളും അറിയുന്നൊരു കുടുംബമാണ്. ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ ഒരാളെങ്കിലും അൻവാറെ ഫജറിൻ്റെ കുടുംബമാണ്. അത് ആ കുടുംബക്കാർക്ക് മൊത്തം രക്ഷപ്പെടാൻ ഒരു കാരണമാകും. കാരണം നമ്മളിവിടെ കൂട്ടമായിട്ടുള്ള ദുആ, കൂട്ടമായുള്ള സ്വലാത്ത്, നന്മകൾ മാത്രം, ഒരു തിന്മയും അല്ലെങ്കിൽ ദുനിയവിയായ ഒരു ലാഭവും നമ്മൾ ഇതിനകത്ത് ഈ അൻവാറെ ഫജറിൻ്റെ കുടുംബത്തിൽ ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. ഒന്നുമില്ല. എല്ലാം നമ്മളുടെ ആഖിറത്തിൻ്റെ വിജയമാണ് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ വലിയ സന്തോഷത്തോടുകൂടെ സ്വലാത്ത് ചലഞ്ചിലൊക്കെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്, അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ നമുക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്വലാത്ത് സമർപ്പിച്ച് ദുആ ചെയ്യണം. എല്ലാവരും ഭാഗവാക്കാകണം. 10 സ്വലാത്ത് ചൊല്ലിയവരും നമ്മുടെ സ്വലാത്ത് കൗണ്ടറിൽ ജോയിൻ ചെയ്യണം. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സൗഭാഗ്യവും വലിയ ഫضലും അല്ലാഹു നമുക്ക് തുറന്നു നൽകട്ടെ. ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഭയങ്കര ഇജാബത്താണ്. ഇന്ന് നിസ്കരിക്കാൻ പറ്റുന്നവർക്ക്, നിസ്കരിക്കാൻ പറ്റാത്ത ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു വിഷമവും വേണ്ട. ഇന്നത്തെ അസ്ർ അങ്ങോട്ട് കഴിയുമ്പോൾ മനമൊരുക്കിയിട്ട് ദുആ ചെയ്താൽ മതി. ഹംദും സ്വലാത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഇത് രണ്ടും ചൊല്ലിയിട്ട് അങ്ങോട്ട് ദ്വാരക്കുക. ഉറപ്പാണ് ഇജാബത്ത്, ഉറപ്പാണ്. ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ചങ്ങോട്ട് ഒരു പകുതി ഭാഗത്തും ദുആൻ്റെ ഒരു പകുതി ഭാഗത്തുമ്പോൾ ഒരു സ്വലാത്ത് കൂടെ ചെല്ലുക. നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത്, ഒരു സ്വലാത്തും ഇല്ല, എന്നിട്ട് ബാക്കി ദുആ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അവസാനം ഹംദു സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇങ്ങനൊരു ശൈലിക്ക് തന്നെ ദുആ ഇജാബത്ത് ഉറപ്പാണെന്നാണ്. എന്തും ചോദിക്കാം,
അത് ഇന്ന് അസ്ർ കഴിഞ്ഞിട്ട് പ്രത്യേകം ചോദിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയത്തിനും സലാമത്തിലുമാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله